മോഹൻ ബഗാനെ പോലെ ഹോം ഗ്രൗണ്ട് പോയിട്ട് കത്തിച്ചു. കൊൽക്കത്തയെ പോയി കത്തിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു ക്ലീൻ ഷീറ്റ് വിജയം, ബാക്ക് ടു ബാക്ക് ക്ലീൻ ഷീറ്റ് വിജയം. കഴിഞ്ഞ മാച്ച് മുംബൈയോടാണെങ്കിൽ ഈ മാച്ച് മോഹൻ ബഗാനോട്. വാട്ട് എ വിൻ. ടൈറ്റിൽ ചലഞ്ചേഴ്സ് ആയിട്ടുള്ള രണ്ട് ടീമിനെതിരെ കിടിലം പെർഫോമൻസോട് കൂടി 3 പോയിന്റ് നേടാൻ പറ്റിയിരിക്കുകയാണ്. അതും ഇന്ന് എവേ ഗ്രൗണ്ടിലാണ് ഇങ്ങനൊരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻസീവ്ലി വേറെ ലെവലായിട്ട് കളിച്ചു. ഒരു രക്ഷയില്ലാത്ത കളി. ഫസ്റ്റത്തെ ആ ഒരു 10 മിനിറ്റിനുള്ളിൽ ക്ലിയർ കട്ട് 3 ചാൻസുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയെടുത്തത്. ഫസ്റ്റത്തെ ഒന്ന് ഡിമീൻ്റെ ബാറ് തട്ടിപ്പോയി. പിന്നെ ഐമൻ രാഹുൽ ലിങ്ക് പ്ലേയിലൂടെ ഒരു ചാൻസ് ഉണ്ടാക്കിയെടുത്തു, പക്ഷേ അത് മിസ്സാക്കി. അതിനുശേഷമാണ് ഡിമിയുടെ ഒരു ടോപ്പ് ക്ലാസ് ഗോൾ വരുന്നത്. ആളുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് ആ ഒരു ഗോൾ വന്നത്. കിടിലം ഗോൾ. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിൻ്റെ ലീഡ് എടുത്തു. അതിന് ശേഷവും ചാൻസുകൾ കിട്ടി. ഫസ്റ്റ് ഹാഫിൽ മോഹൻ ബഗാനെ ഔട്ട് ക്ലാസ് ചെയ്തു. മാച്ചിലുടനീളം ഔട്ട് ക്ലാസ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ മോഹൻ ബഗാനെ അനങ്ങാൻ വിട്ടിട്ടില്ല. അവർക്ക് ഒരു കൺട്രോളും ഇല്ലായിരുന്നു കളിയിൽ. ബോൾ പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപാര പ്രസ്സിങ് ആയിരുന്നു. ഡിഫെൻസീവ്ലി വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. മോഹൻ ബഗാൻ്റെ കളി ഒന്നും തന്നെ നടന്നില്ല ഫസ്റ്റ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് ഒന്ന് കൂടുതൽ ഗോൾ അടിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെപ്പർക്ക് ചാൻസ് കിട്ടി. രാഹുലിൻ്റെ ഒരു ലെഫ്റ്റ് ഫുട്ട് ട്രൈ ഉണ്ടായിരുന്നു, അത് പുറത്തോട്ട് പോയി. അങ്ങനെ ചാൻസുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഒന്ന് കൂടുതൽ ഗോൾ അടിക്കാൻ. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ മോഹൻ ബഗാൻ ഒന്ന് പ്രസ് ചെയ്ത് തുടങ്ങി. അവരൊരു പ്രഷർ ഇട്ടു ബ്ലാസ്റ്റേഴ്സിൻ്റെ മുകളിൽ. അവരൊന്നുകൂടി അറ്റാക്കിങ്ങിലേക്ക് കുറച്ചുകൂടി കയറി കളിക്കാൻ തുടങ്ങി. പക്ഷേ ഡിഫെൻസീവ്ലി മിലോസിനെയും ലെസ്കോവിച്ചിനെയും മറികടന്ന് പോകാൻ പറഞ്ഞാൽ ചെറിയ ടാസ്കൊന്നല്ല. ഒരമ്മാതിരി കളിയാണ് മിലോസും ലെസ്കോവിച്ചും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വൻ മതിലാണത്. അത് പൊളിക്കാൻ വെച്ചാൽ റിസ്ക്കാണ്. കഴിഞ്ഞ മാച്ച് മുംബൈക്ക് നടന്നില്ല. ഈ മാച്ച് എട്ടിക്ക് മോഹൻ ബഗാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു നോക്കി. സെക്കൻഡ് ഹാഫിൽ ഓരോ കൊണ്ടൊന്നും നടന്നില്ല. ടീമായിട്ട് ഡിഫെൻഡ് ചെയ്തു, ടീമായിട്ട് പ്രസ് ചെയ്തു, കിട്ടുന്ന ചാൻസിൽ കൗണ്ടർ അടിക്കാൻ നോക്കി. നല്ലൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. ഇവാൻ വിക്കുമനോവിച്ചിൻ്റെ മറ്റൊരു ടാക്ടിക്കൽ ബ്രില്യൻസ് നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റി. അങ്ങനെ ലൂണ ഇല്ലാതെ 2 ടോപ്പ് ക്ലബിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതും ക്ലീൻ ഷീറ്റോട് കൂടിയാണ് വിജയിച്ചത്. ഇന്നത്തെ ഐമൻ്റെയും അസറിൻ്റെയും ഒക്കെ പെർഫോമൻസ് മോനെ ഒരു രക്ഷയില്ല. രണ്ടുപേരും ഒരു ടിൻ ഷോ ആയിരുന്നു നമുക്കിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല രീതിക്ക് കളിച്ചു. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. കിടിലം വിജയം നേടിയിരിക്കുകയാണ്. ടേബിളിൽ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. വാട്ട് എ വിൻ. ഒന്നും പറയാനില്ല. എട്ടിക്ക് മോഹൻ ബഗാനെ ഓരോ നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കത്തിച്ചു. ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ പറ്റും.